കേരളത്തിലെ ഇപ്പോഴത്തെ വ്യവസ്ഥിതിയോട് യുവാക്കൾ കടുത്ത അമർഷത്തിലാണ്. വെറും യുവാക്കളല്ല, ദീപശിഖാങ്കിത നീലപ്പതാകേന്ത്യ യുവാക്കൾ. കാര്യം ശരിയാണ്, 10 വർഷത്തിന് ശേഷം ഭരണമൊക്കെ പിടിച്ചു. അതിനുശേഷം ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം കൂട്ടാൻ കസേരയ്ക്ക് വേണ്ടി അടിയും കൂടി. പക്ഷേ ഇക്കാലം അത്രയും വെള്ളം കോരിയവർക്കും വിറക് കീറിയവർക്കും നടുറോഡിൽ തല്ലുകൊണ്ട് ചോര ചീന്തിയവർക്കും ആ സൗന്ദര്യമൊന്നും വേണ്ടത്ര ആസ്വദിക്കാൻ യോഗമുണ്ടായിട്ടില്ല. അതിനിടെ വഴിയിൽ കൂടി പോയവരും കാഴ്ച കണ്ട് നിന്നവരുമൊക്കെ പല പല കസേരകൾ സ്വന്തമാക്കുകയും ചെയ്തു. പട്ടാഭിഷേകം കഴിഞ്ഞ് വാഗ്ദാനങ്ങൾ മറക്കുന്ന രാജശീലം ശരിയല്ലെന്ന് പലരും വിളിച്ചു പറയുന്നുമുണ്ട്. നോ ഫലം. ആ കോട്ടവാതിൽ പാവത്തങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെട്ടിട്ടില്ല. സർക്കാരിന്റെ പ്ലീഡർ നിയമനം ആരെ പ്രീണിപ്പിക്കാനാണ് എന്നതാണ് ചോദ്യം. ഞാനൊന്നും ചെയ്തില്ല, എല്ലാം ലോയേഴ്സ് കോൺഗ്രസ് പറഞ്ഞ പോലെ എന്നാണ് മുഖ്യന്റെ ഊക്കിച്ചിരി. ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടാണ്, ഈ റെക്കമെൻഡേഷനാണ്. ആ റെക്കമെൻഡേഷനിൽ ഈ വിവാദപ്പെട്ട രണ്ടുപേരുടെയും പേര് അവർ റെക്കമെൻഡ് ചെയ്ത് രണ്ടുപേരെ ആക്കണമെന്നുണ്ട്. SFIക്കാരും AVPക്കാരും ഉൾപ്പെടെ എങ്ങനെ പട്ടികയിൽ വന്നെന്ന ചോദ്യം അന്തരീക്ഷത്തിൽ അങ്ങനെ തങ്ങി നിന്നു. ഞങ്ങൾ തന്ന പട്ടികയിൽ ഇല്ലാത്തവരെയൊക്കെ നിയമിച്ചിട്ട് ഞങ്ങളെ പഴിക്കുന്നോ എന്ന് ലോയേഴ്സ് കോൺഗ്രസും തിരിച്ചടിച്ചു. ഇത്തരം വഴിവിട്ട നിയമനത്തിന്റെ ഉത്തരവാദിത്വമൊക്കെ മുഖ്യമന്ത്രിക്ക് മാത്രമാണെന്നും കൂടി പ്രഖ്യാപിച്ചതോടെ യുദ്ധഭൂമി റെഡിയായി. അംഗം വെട്ടാൻ പടക്കോപ്പുകൾ അണിഞ്ഞ് യോദ്ധാക്കൾ അണിനിരന്നു. KSU യൂത്ത് കോൺഗ്രസ് സംഘം ഒരു വശത്തും മൂത്ത കോൺഗ്രസുകാർ മറുവശത്തും. പ്രതികരണങ്ങളിൽ അല്പം കൂടി ഒരു ജാഗ്രത മുഖ്യമന്ത്രി പാലിക്കേണ്ടതായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ അക്ഷരങ്ങൾ കൊണ്ടവർ കൊമ്പ് കൊടുത്തു. ചോരയൊട്ടും ചീന്താതെ അവർ ആഞ്ഞടിച്ചു. ഇത്രയൊക്കെ കാണിച്ചു കൂട്ടിയിട്ടും മുഖ്യന് അതിൻ്റെ ഒരു അഹങ്കാരവുമില്ലായിരുന്നു. എനിക്ക് പരാതിയൊന്നും കിട്ടിയിട്ടില്ല, എല്ലാം മാധ്യമങ്ങൾ ഊതിപ്പെരുപ്പിക്കുന്നതാണ് എന്ന ഒറ്റ കീച്ചിലായിരുന്നു. അയ്യോ, അങ്ങനെയല്ല. KSU യൂത്ത് കോൺഗ്രസ് പിന്നെ കുറച്ച് നേതാക്കൾ ഇവരൊക്കെ പരാതി ഉന്നയിച്ചിട്ടുണ്ടെന്ന് മാധ്യമങ്ങൾ തിരിച്ചു പറഞ്ഞു. അപ്പോഴാണ് അടുത്ത ഡയലോഗ്. അവരൊന്നും അല്ലല്ലോ പ്ലീഡർമാരെ തീരുമാനിക്കുന്നത്. പോഷക സംഘടനകൾ തരുന്ന ലിസ്റ്റിൽ ഒപ്പിടാനല്ലോ സർക്കാർ. തിരുവനന്തപുരം ലോ കോളേജിലെ യൂണിറ്റ് കമ്മിറ്റിയാണോ ഗവൺമെന്റ് പ്ലീഡറെ തീരുമാനിക്കുന്നത്? നോ. ഗവൺമെന്റ് പ്ലീഡറെ നിയമിക്കുന്നതിന് അവർക്ക് എന്താ കാര്യം? അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു പോഷക സംഘടന തരുന്ന ലിസ്റ്റിന്റെ അടിയിൽ ഒപ്പിടാനല്ലോ നമ്മൾ ഇരിക്കുന്നത്. അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. അതൊരു 1.5 ഡയലോഗായിരുന്നു. സത്യം പറയാലോ, നമ്മൾ ഒന്നിനും വശംവദരാകരുത്. തുടക്കത്തിൽ വശംവദനായി നടത്തിയ ചില നിയമനങ്ങൾ ഉത്തരവിലെ ഒപ്പിന്റെ നനവുമായ മുമ്പേ കീറിക്കളയേണ്ടി വന്നത് ഓർക്കുന്നത് നല്ലതാണ്. നോ. പക്ഷെ എന്നാൽ ഈ പ്ലീഡർമാരൊക്കെ എങ്ങനെ എവിടെ നിന്ന് വന്നു എന്നൊരു ചോദ്യം ഉട്ടോപ്പിയുടെ നേരെയും കൊഞ്ഞനം കുത്തുന്നുണ്ട്. ഒരു കാര്യം പറയാതെ വയ്യ. അങ്ങ് ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ പതാക പിടിച്ചു നടന്നവരെയും നടക്കുന്നവരെയും വല്ലാതെ സെഡാക്കിയിട്ടുണ്ട്. അതാണ് അവരിൽ പലരും പ്രതികരിച്ചു പോയത്. ഇത് അങ്ങനെ സമ്മാനം കൊടുക്കാൻ വേണ്ടി ഉള്ള ഒസ്യത്ത് കൊടുക്കുന്ന പരിപാടിയൊന്നുമല്ല. ഈ പാർട്ടിയുടെ ഭാഗമായി പ്രവർത്തിച്ച ആളുകളെയാണ് പരിഗണിക്കേണ്ടത് എന്നുള്ളതാണ് രാഷ്ട്രീയ അഭിപ്രായം. അവരുടെ വിമർശനത്തിൽ ഏതാണ്ട് ഒരു ഇതുണ്ടെന്നാണ് തോന്നുന്നത്. ആ സംസ്ഥാന അധ്യക്ഷൻ നിങ്ങളെ കണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വന്നതല്ലേ, അപ്പോൾ നിങ്ങൾ പിണങ്ങി, മിണ്ടാൻ കൂടി തയ്യാറായില്ല. ഒന്നുമില്ലെങ്കിലും കഴിഞ്ഞ 10 വർഷം ഇവരൊക്കെയല്ലേ നിങ്ങളുടെ വാക്കും കേട്ട് സമരം ചെയ്യാനും പോലീസിന്റെ അടിവാങ്ങാനും ഒക്കെ തെരുവിലിറങ്ങിയത്. ആ പോരാട്ടങ്ങളുടെ കൂടി ഫലമായിട്ടല്ലേ ഇപ്പോൾ ഇരിക്കുന്ന ആ കസേര. ആ ഒരു സ്മരണ വേണ്ടേ? ആ ശശികല ടീച്ചറും ബാബുചേട്ടനും ഒക്കെ വന്നപ്പോൾ സ്വീകരിച്ച പോലെയെങ്കിലും ഈ പിള്ളേരെ ഒന്ന് സ്വീകരിച്ചിരുന്നെങ്കിൽ ഇത്ര പുകൽ ഉണ്ടാകുമായിരുന്നോ? ശരിക്കും അവരത് അറിയിക്കുന്നില്ലേ എന്ന് നേതാക്കളെ കൊണ്ട് തന്നെ ചോദിപ്പിക്കേണ്ട വല്ല കാര്യവുമുണ്ടായിരുന്നു. RV ബാബുവിനും ശശികലയ്ക്കും പോലും വിഷയങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ട് KPCC ജനറൽ സെക്രട്ടറിക്ക് KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റിന് സമയം ചോദിച്ചാൽ അത് അനുവദിച്ചു കൊടുക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുവെങ്കിൽ അത് ന്യായമാണ്. ഇതിപ്പോൾ രാജാവ് നഗ്നനാണ് എന്ന് മാത്രമല്ല പലരും പറയുന്നത്. പട്ടാഭിഷേകം കഴിഞ്ഞാൽ വാഗ്ദാനങ്ങൾ മറക്കുന്ന രാജശീലത്തെക്കുറിച്ച് കൂടി ചിലർ പറയുന്നുണ്ട്. ഈ ചിലർ എന്ന് പറഞ്ഞാൽ പുറത്തുനിന്നുള്ളവരല്ല കേട്ടോ, നല്ല ഒന്നാന്തരം കോൺഗ്രസ്സുകാർ. പഠിച്ചു നടന്ന കാലത്തും പിന്നീട് യൂത്തന്മാരായപ്പോഴും ആ കൊടി പിടിച്ചവർ. ഇപ്പോഴും പാർട്ടിക്കൊപ്പം ഉള്ളവർ തന്നെയാണ് അങ്ങ് മറന്ന ചില കാര്യങ്ങൾ കൂടി ഓർമ്മിപ്പിക്കുന്നത്. പറഞ്ഞതെല്ലാം മറക്കാനുള്ളത് മാത്രമാണെന്ന സാരമാണ് അവർ പറയുന്നത്. പെരിച്ചാഴികൾ സാഹചര്യത്തിന്റെ ആനുകൂല്യം പറ്റി പ്രതിച്ഛായ നിർമ്മിച്ച് മുന്നേറും. വന്ന വഴികളും കൈപിടിച്ച മനുഷ്യരും അവർക്ക് വെറും ചവിട്ടുപടികൾ മാത്രമാണെന്നും പറഞ്ഞിട്ടുണ്ട്. തീരുമാനങ്ങൾ എടുക്കപ്പെടുന്ന ദർബാറുകളിൽ പടയാളികൾക്ക് പ്രവേശനം ഉണ്ടാകില്ല എന്നതാണ് രാജശാസനം. രാജാവിനേക്കാൾ വലിയ രാജഭക്തരും കൊട്ടാരം വിദൂഷകരും പ്രീതി പറ്റുന്നതിനായി വാഴ്ത്തുകൾ പാടിക്കൊണ്ടേയിരിക്കും എന്നുള്ള വിമർശനങ്ങൾ ഉട്ടോപ്പിക്ക് ഇഷ്ടമായി. അങ്ങ് ഇതിനെ എങ്ങനെ സ്വീകരിക്കുമെന്ന് കാണാനുള്ള കാത്തിരിപ്പിലാണ്. ഈ സർക്കാർ അത് തിരുത്താൻ തയ്യാറാകണമെന്ന് ആ സർക്കാരിനെ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് KSU ചെയ്തത്. KSU സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ
എൻ്റെ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരുടെ വികാരത്തെ ഉൾക്കൊള്ളുക എന്നതാണ് ഞാൻ പഠിച്ച രാഷ്ട്രീയം. ഒന്നും ആഗ്രഹിക്കാത്ത, ഒന്നും ചോദിക്കാത്ത, ഒരു ശുപാർശയ്ക്കും കാത്തു നിൽക്കാത്ത, അവരെയൊക്കെ വിളിച്ചാൽ പോലും ഫോൺ എടുക്കാൻ പറ്റാത്ത കാലഘട്ടത്തിൽ നേതാക്കന്മാർ ഒരുപാട് ദൂരത്തിലേക്ക് മാറിപ്പോകുന്ന കാലത്തിൽ ഓർമ്മപ്പെടുത്തുക എന്നുള്ളത് ഞങ്ങളുടെ ചുമതലയാണ്. നുണേശൻ എന്നൊരു പേര് മാറി പൂക്കി മുഖ്യനായിട്ട് മാസം കുറച്ചേ ആയിട്ടുള്ളൂ. പ്രതിപക്ഷ പാണന്മാരായിരുന്നു ഇക്കാലം അത്രയും തൊന്തരവ് ഉണ്ടാക്കിയിരുന്നത്. പക്ഷെ ഇപ്പോൾ അങ്ങനല്ല. ഭരണം പിടിക്കാൻ കൂടെ നിന്നവരാണ് മനസ്സ് നൊന്ത് നിൽക്കുന്നത്. പെരുച്ചാഴിയെന്നും രാജാവെന്നും അവർ വിളിക്കുന്നതിന് ഏറെ അർത്ഥങ്ങളുണ്ട്. ഇതൊക്കെ അവഗണിച്ച് എങ്ങനെയാണ് ഇനിയും ആ ചിരിച്ചിരിക്കാൻ കഴിയുക? ആർക്കറിയാം. എന്നാലും ശശികല ചേച്ചിയെയും ബാബു ചേട്ടനെയും കാണാൻ സമയം കണ്ടെത്തിയ അങ്ങേക്ക് എന്തുകൊണ്ടാണ് KSU യൂത്ത് കോൺഗ്രസ് നേതാക്കളെ കാണാൻ സമയം കിട്ടാത്തത്? പിന്നീട് പറയാം.